എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഇടുന്ന ഷിമ്മയുണ്ടല്ലോ, ആ ഷിമ്മയുടെ സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ട് കേട്ടോ. സ്റ്റിച്ചിങ് മാത്രമല്ല കട്ടിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് തയ്ക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഷിമ്മി തയ്ക്കാനായിട്ട് തുണി എടുത്തിരിക്കുന്ന 1 മീറ്റർ തുണിയുണ്ട് കേട്ടോ. ഈ 1 മീറ്റർ തുണിയിൽ നിന്ന് ഞാൻ 2 ഷിമ്മിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ടും ബാലൻസ് വരും കേട്ടോ. അപ്പോൾ ഷിമ്മി തയ്ക്കുമ്പോൾ തുണി മേടിക്കുന്ന സമയത്ത് നല്ല കോട്ടൺ തുണി നോക്കി മേടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഷിമ്മിയുടെ തുണിയൊന്ന് വണ്ണത്തിനനുസരിച്ച് 2ആയിട്ട് മടക്കി 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് 2 ഷിമ്മി ഒന്നിച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണമായിട്ടാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഇഞ്ച് ഇറക്കമാണോ വേണ്ടത് ആദ്യം തന്നെ ഇറക്കം ഒന്ന് അടയാളം ചെയ്യുക. എന്നിട്ട് നമുക്ക് എത്ര വണ്ണം വേണോ അതിനനുസരിച്ചുള്ള തുണി കുറച്ചുകൂടെ തയ്യൽത്തും കൂടെ കൂട്ടിയിട്ട് അത്രയും തുണി ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതപ്പോൾ 1 ഷിമ്മിക്കുള്ള തുണി ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ 4 പീസാക്കി മടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ കഴുത്തിൻ്റെ അകലമാണ് അടയാളം ചെയ്തത്. റൗണ്ട് കഴുത്താണ് കേട്ടോ. 2 ഇഞ്ച് അകലം എടുത്ത് താഴോട്ട് 5.5 ഇഞ്ച് ഇറക്കം എടുത്തു. താഴ്വശം ആ സെയിം 2 ഇഞ്ച് ചെയ്ത അകലം വരയ്ക്കുകയാണ്. ഇനി അതൊരു സ്ക്വയറാക്കി വരച്ച് കൊടുത്തുകൊണ്ട് അകത്ത് നിർത്തി ഒരു യു പോലെ വരച്ച് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ടും ബാക്ക് കഴുത്ത് ഒരേ ഇറക്കത്തിൽ തന്നെയാണ് എടുക്കുന്നത്. യു കഴുത്താണ്. കഴുത്തിൻ്റെ ഭാഗം അടയാളം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി കഴുത്തിൻ്റെ ഭാഗം നമ്മൾ അടയാളം ചെയ്ത് അവിടെ നിന്ന് മേളി വശത്തുനിന്ന് നമുക്ക് ഷോൾഡർ ഒന്ന് വരച്ച് കൊടുക്കുക. ഒരു 2.25 ഇഞ്ച് എടുക്കാം കേട്ടോ. ആ 2.25 ഇഞ്ച് എടുത്തെടുത്തുനിന്ന് താഴോട്ട് ഇതാ ടേപ്പ് വെച്ചിട്ട് നമുക്കൊരു 5 ഇഞ്ച് കൈക്കുഴി എടുക്കാം കേട്ടോ. 5 ഇഞ്ച് കൈക്കുഴി എടുത്തിട്ട് ഇതുപോലെ സ്ക്വയറായിട്ട് വരച്ച് കൊടുത്ത് ഇതാകത്ത് നിർത്തിക്കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ചായച്ച് ഇങ്ങോട്ട് വരച്ച് കൊടുക്കുക. അപ്പോൾ കൈക്കുഴിയും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വണ്ണം 38 ഇഞ്ച് വണ്ണമാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. 40 ഇഞ്ച് വണ്ണമാണ് ഞാൻ ഇവിടെ ഇടുന്നത്. അപ്പോൾ 10 ഇഞ്ച് മുകളിൽ അടയാളപ്പെടുത്തുക. പിന്നെ അതിൻ്റെ താഴോട്ടൊരു 4 ഇഞ്ച് താഴ്ചയിൽ ഒരു 8 ഇഞ്ചിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്യാൻ ചെറുതായിട്ട് ഷേപ്പ് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഏറ്റവും താഴ്വശം വരുമ്പോൾ നമ്മൾ ആ ബോഡിയുടെ വണ്ണം ഇട്ട സെയിം അളവ് തന്നെ താഴെയും 10 ഇഞ്ച് കൊടുക്കുക. എന്നിട്ടിങ്ങനെ ചായച്ചങ്ങ് വരച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അളവെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഷേപ്പിൽ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നിങ്ങളിതുപോലെ കുട്ടികൾക്ക് ഷിമ്മി തയ്ക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ അളവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ കറക്റ്റ് വണ്ണത്തിനേക്കാളും കുറച്ചുകൂടെ കൂട്ടിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഡ്രസ്സ് കഴുകുന്ന സമയത്ത് ചിലപ്പോൾ ചില തുണികളൊക്കെ കുറഞ്ഞു പോകും കേട്ടോ. എന്ന് വെച്ചാൽ ചുരുങ്ങുന്ന തുണിയുണ്ടല്ലോ, കോട്ടൺ തുണിയെ അങ്ങനെ വരും. അപ്പോൾ കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത്. അപ്പോൾ ഞാൻ 2 ഇഞ്ച് കൂട്ടിയാണ് ഇതെടുത്തിരിക്കുന്നത്. 38 ഇഞ്ച് വണ്ണമാണെങ്കിൽ 2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതങ്ങനെ ഷിമ്മി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷോളറിൻ്റെ ഭാഗം കട്ടിങ് ഇല്ലാത്ത രീതിയിലും കട്ടിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത സമയത്ത് ഷോളറിൻ്റെ ഭാഗത്ത് കട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ അത് ജോയിൻറ്റ് ചെയ്യുക ആദ്യം തന്നെ. അതിനുശേഷം നമുക്ക് കഴുത്തിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ ചെറുതായിട്ട് മടക്കിയിട്ട് കൈവച്ച് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് തേച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ മടക്കി കൊടുത്താണ് തയ്ച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 ഷിമ്മി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്ത ഷിമ്മി ഇതിങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ അടുത്തൊരു ഷിമ്മിക്കും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചല്ലോ. അപ്പോൾ പിന്നെ അടുത്തത് കട്ട് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ 2 ഷിമ്മിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആ ഷോൾഡറിൻ്റെ ഭാഗം ജോയിൻറ്റ് ചെയ്യുക. ജോയിൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഷിമ്മിയുടെ തുണി. ആദ്യം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ഇതാ ഒന്നിച്ച് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് 2 പ്രാവശ്യം അങ്ങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വട്ടം ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും അതേപോലെ തന്നെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെ 2 വട്ടം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഫസ്റ്റ് തന്നെ ഇതിൻ്റെ കഴുത്ത് തയ്ച്ചെടുക്കണം. അപ്പോൾ കഴുത്ത് തയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ വലിച്ചു പിടിച്ചങ്ങ് തയ്ക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഷിമ്മിയുടെ കഴുത്തങ്ങ് കുറേ ഇങ്ങനെ ഓപ്പണായി പോകുന്ന പോലെ ആകും കേട്ടോ. പതിയെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തുകൊണ്ട് കൈവച്ച് ആദ്യം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് അത് വീണ്ടും ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് മടക്കുക. അങ്ങനെ ചെറിയ രീതിക്ക് മടക്കി വേണം ഇത് റൗണ്ടായിട്ട് തയ്ച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് മടക്കി കൊടുത്ത് ചെറിയ വീതിക്ക് നമുക്ക് ഈ കഴുത്ത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം കൈക്കുഴി അതേപോലെ തന്നെ ചെറുതായിട്ട് മടക്കി റൗണ്ടിൽ തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ.
അപ്പോൾ അതാ ഷിമ്മിയുടെ കൈക്കുഴിയും കഴുത്തും എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള വണ്ണം കറക്റ്റ് ചെയ്ത് ഷേപ്പായിട്ട് താഴോട്ട് തയ്ക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡിൽ നിന്ന് ഷേപ്പായിട്ട് കറക്റ്റ് വണ്ണം തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഷിമ്മിയുടെ താഴ്വശം ചെറിയ വീതിയിലൊന്ന് മടക്കി കൊടുത്ത് താഴ്ഭാഗവും കൂടെ ഒന്ന് മടക്കി തയ്ച്ചാൽ മതി കേട്ടോ. രണ്ട് സൈഡിൽ നിന്ന് കറക്റ്റായിട്ട് വണ്ണം ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ താഴ്ഭാഗം നമുക്കെടുത്തിട്ട് ചെറിയ വീതിയിൽ മടക്കി കൊടുത്തിട്ട് നമുക്ക് റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഷിമ്മിയുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ 2 ഷിമ്മിയും തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഷിമ്മി തയ്ക്കാത്ത കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലെ ഷിമ്മി തയ്ച്ച് കൊടുക്കണമെങ്കിൽ തുണിയിൽ ആദ്യം കട്ട് ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. അതിന് ശേഷം അത് ശരിയായി എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ തുണിയിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഒരു പഴയ തുണി എടുത്തിട്ട് ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് ഷിമ്മി പുറത്തൊന്നും കൊടുത്ത് തയ്പ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.